അസ്സലാമു അലൈക്കും. നേരത്തെ ബഹുമാനപ്പെട്ടവർ വിഷയാവതരത്തിൽ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തികച്ചും ഇകഴ്ത്തുന്ന ഒരു പ്രവണതയാണ് തബ്ലീഗ് ജമാഅത്തിനുള്ളതെന്ന്. എന്നാൽ എനിക്ക് ചെറിയൊരു സംശയം. നാം മൗലൂദ് കിതാബ് എടുത്തു നോക്കിയാൽ സിദ്ദീഖ് മൗലൂദ് എന്നൊരു മൗലൂദുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്ത്രീ വരികയും എന്നിട്ട് എൻ്റെ ഭർത്താവ് യാത്രയിലാണ്, അവരെ കാണാതിരുന്നിട്ട് വിഷമമുണ്ട്, അതുകൊണ്ട് എനിക്കെപ്പോഴാണ് കാണാൻ കഴിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഇലാ യൗമിൽ ഖിയാമ നീ കാണുകയില്ല എന്ന് മറുപടി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീ ഇങ്ങനെ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ തിരിച്ചു പോകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയിൽ വെച്ച് കാണുകയും അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇതേ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഇതേ സംഭവം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണെ നീ എൻ്റെ വീട്ടിലേക്ക് പോവുക, ഇന്ന് രാത്രി തന്നെ നീ എൻ്റെ ഭർത്താവിനെ കാണും. അങ്ങനെ അന്ന് രാത്രി തന്നെ ഭർത്താവിനെ കണ്ടുമുട്ടുകയും ചെയ്തു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ യൗമിൽ ഖിയാമ നീ കാണുകയില്ല എന്ന് പറഞ്ഞത് അവിടെ കളവായി. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ഉണർത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മുഹമ്മദ് നബിയെ തങ്ങളുടെ ഹൃദയത്തിലുള്ള സത്യമാണ്, പക്ഷേ സിദ്ദീഖ് ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണ്, അതുകൊണ്ട് അവരുടെ നാവിൽ കളവ് വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ സംഭവിച്ചത്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തലല്ലേ? അങ്ങനെയാണ് ആണെങ്കിൽ അതിനെപ്പറ്റിയൊരു വിശദീകരണം. ആ മൗലിദ് കയ്യിലുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു വ്യാപകമായ പ്രചാരണം ഇതൊന്നല്ല, ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഒരുപാട് മൗലിദുകളെ കുറിച്ച് അതിൽ പ്രത്യേക കേന്ദ്രങ്ങളിൽ ആഴ്ചകളോളം ഗൂഢമായി ചർച്ച ചെയ്ത് അടുത്ത വർഷത്തേക്ക് സുന്നികൾക്കെതിരിൽ എന്ത് മാറ്ററാണ് ഇറക്കേണ്ടത് എന്ന് ആലോചിച്ച് അത് കാസറ്റ് ചെയ്ത് ആദ്യം തന്നെ ഷാർജയിലോ കുവൈത്തിലോ ഇറക്കി പിന്നെ അത് ലോകമൊട്ടാകെ നടത്തുന്ന ഒരു കുതന്ത്ര ലോബി ഉണ്ട് എന്ന് ആർക്കും അറിയാത്തതൊന്നും അല്ല. പിന്നെ മഹാന്മാർ ബഹുമാനിക്കുന്ന സ്ഥലത്ത് ഒരാൾ ബഹുമാനിച്ചതിന് മറ്റൊരാളുടെ ബഹുമാനത്തിന് എതിരാണ് എന്ന് കാണേണ്ടത് ഇല്ല. കാരണം അഷ്റഫുൽ ഖൽഖാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പ്രവാചകർ ഒരിക്കൽ ബിലാൽ റളിയല്ലാഹുവിനോട് ചോദിക്കുകയുണ്ടായി, അല്ല ബിലാലെ, നിങ്ങൾ എങ്ങനെ എനിക്ക് മുമ്പ് സ്വർഗത്ത് കടക്കുന്നത്? നിങ്ങളെ സ്വർഗത്ത് കടന്നാൽ ഞാൻ വിവരം കിട്ടിയല്ല, എന്താണ് നിങ്ങളുടെ പരിപാടി? മഹാൻ പറഞ്ഞു, ഞാൻ എല്ലാ വുളു ഉണ്ടാക്കിയാലും 2 റക്അത്ത് നിസ്കരിക്കും. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തത് തന്നെയാണ്. അപ്പം അങ്ങനെ ചില വിഷയങ്ങളിൽ ചില മഹത്വം ഒരാൾക്ക് ഉണ്ടായി എന്നത് മറ്റൊരാളെ ഇകഴ്ത്തുന്ന പദവി അല്ല. തിൽക റസൂലു ഫളലനാ ബഅദുഹും അലാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ ഇബ്ലീസ് വന്ന് ആ ഇബ്ലീസിനെ ഞാനിതാ ഇങ്ങനെ ജിന്നിനെ കെട്ടിയിടുമായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ അഖായ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ഓർത്തുപോയി, എനിക്ക് നീ വേറെ ആർക്കും കൊടുക്കാത്ത മുൽക്ക് തരണമെന്ന്. അപ്പം അതുകൊണ്ട് മഹാനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് നാളെ നിങ്ങൾ കണ്ടാൽ അപ്പോൾ സുലൈമാന് കിട്ടി റസൂലുള്ളാഹിക്ക് കിട്ടി എന്ന് വരുമല്ലോ, അപ്പോൾ വേണ്ട മൂപ്പര് തന്നെ അത് ഏറ്റെടുത്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതിൽ നിന്ന് മാറിയുന്നതാണ് എന്ന് പ്രവാചകർ പറഞ്ഞതും ഇതുപോലെ നിരവധി സംഭവങ്ങൾ കാണും. ഇവിടെ താത്വികമായ ഒരു പ്രശ്നമുണ്ട്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ അടുക്കൽ എത്ര ഹദീസ് ഒരു വിഷയത്തിൽ എത്തിയാലും എത്ര വ്യത്യസ്ത ശൈലിയിലുള്ളത് എത്തിയാലും എന്താ അഹ്ലുസ് സുന്നത്തിന്റെ നിലപാട്? അതെല്ലാം പഠിച്ച് എല്ലാം സ്വീകരിച്ച് സ്വീകാര്യമായതാവുമ്പോൾ എല്ലാറ്റിനെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൻ്റെ ഏറ്റവും കൃത്യമായ നിലപാടിലേക്ക് എത്തുക എന്നത് അഹ്ലുസ് സുന്നത്തിന്റെ പ്രത്യേകതയാണ്. മറിച്ച് മറുവശത്തുള്ള നിലപാടെന്താ? അത് മുഹമ്മദും ഉമറും തമ്മിൽ എതിരാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് നിസ്കരിക്കും, ഉമർ റളിയല്ലാഹു അൻഹു 20 ആക്കി. അപ്പൊ സഹോദരനെ അഥവാ ഉമർ ചെയ്തു എന്ന് വന്നാൽ തന്നെ മുഹമ്മദ് നബിക്കെതിരിൽ ഉമറിൻ്റെ എടുക്കാൻ പറ്റുമോ? ഇതാണ് മറുവശത്തുള്ള ശൈലി. എല്ലാവരും തമ്മിൽ ഇങ്ങനെ മത്സരിക്കുകയാണെന്നാണ് ഇവരുടെ ധാരണ. എന്നിട്ട് ഒന്ന് തള്ളുക മറ്റതെടുക്കുക. ഈ ശൈലി സുന്നികളുടെ വകയല്ല. ബഹുമാന പുരസ്സരം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വേറൊരു കാസറ്റിലുണ്ട്, ഷെയ്ഖ് ജീലാനി തങ്ങൾ അതുപോലെ ഷെയ്ഖ് റിഫായി തങ്ങൾ ഒളിച്ചപ്പോൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ്, അപ്പം എന്തേ എല്ലാം അറിയുന്ന ആൾ പിന്നെ കുപ്പിയകത്തുള്ളവളെ പോലുള്ള കാണുന്ന ആൾ പിന്നെ ഇത് കാണണ്ടേ എന്നൊക്കെ ചോദിക്കും. ബാലിശമായ ചോദ്യങ്ങളാണ്. മാറ്റർ കുറയുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവുക. അപ്പം ആ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങൾ ഖണ്ഡിക്കുന്ന ഒന്നും അതിലൊന്നും ഇല്ല. അപ്പോൾ അതിൽ ചോദിക്കാനുള്ളത്, ഇങ്ങനൊരു മൗലൂദ് നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് ഉസ്താദ് ചോദിച്ചല്ലോ. അപ്പം ഇങ്ങനൊരു മൗലൂദ് ഇല്ല, അങ്ങനെ മൗലൂദ് കിതാബിൽ ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതല്ല എന്നാണോ ഉസ്താദ് പറയുന്നത്? ഉണ്ടോ എന്ന് ചോദിച്ചത് വെറുതെ അല്ല. കാരണം ഈ പ്രസ് പലരുടെ കയ്യിലുണ്ടാവുന്നത് കൊണ്ട് ആർക്കും ഇപ്പൊ പിന്നെ DTP സ്വന്തം ഡെസ്ക് ടോപ്പ് വേണമല്ലോ, എന്തും എവിടെയും അടിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മൗലൂദിലുണ്ട് എന്ന് പറഞ്ഞിട്ട്
സാക്ഷാൽ അൽമനാറിൽ എഴുതിയതാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ള സ്ഥലത്ത് അതിന്റെ അടുത്ത് വലിയ ഹൗദ് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഹൗദിൽ അള്ളാഹു ഇങ്ങനെ വീണു പോകുമ്പോൾ യാ ഷേഖ് ജീലാനി എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഗൗസുൽ ആലമിന്റെ പേരുണ്ടായത് എന്ന് മൗലിദിലുണ്ട് എന്ന് സാക്ഷാൽ അൽമനാറിൽ എഴുതിയത് കോപ്പി പരതിയാൽ ഞങ്ങളുടെ അടുത്ത് തന്നെ കാണും. അങ്ങനെ ഒരു മൗലിദ് അള്ളാഹുവിന്റെ ദുനിയാവിലുണ്ടോ? ഇല്ലാത്തത് ഇങ്ങനെ ഉണ്ടാക്കി കെട്ടിക്കൂട്ടി വരുന്നത് ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ ഏത് പ്രസ്സിൽ എപ്പോൾ അടിച്ചു എന്ന് എനിക്കും കൂടി നോക്കാമല്ലോ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം തന്നെയാണ് ചോദിച്ചത്. ഇങ്ങനെ ഒരുപാട് കൃതികൾ ഇറങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ കയ്യോടെ പിടിക്കലുമുണ്ട്, മറ്റുള്ളത് ഞങ്ങളുടെ ചെലവിൽ വരവ് വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതേസമയം കേരളത്തിലെ മലയാളം അറിയുന്ന സുന്നികൾക്കെല്ലാം പരിചയമുള്ള മഹിദി മാല, റിഫായി മാല തുടങ്ങിയുള്ള, അതുപോലെ മഹിദി മൗലിദ് തുടങ്ങിയ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പ്രചാരത്തിലുള്ള വിഷയങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ ഇപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും വ്യാഖ്യാനങ്ങളും അതിന് വിശദീകരണങ്ങളും തെളിവുകളും ഒക്കെ യുവാക്കൾക്ക് പോലും അറിയാവുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 333 വക മൗലിദ് കിതാബ് എന്ന് പറയുന്ന വലിയൊരു മൗലിദ് കിതാബുണ്ട്. അതിൽ കണ്ട കാര്യമാണ് ഉസ്താദിനോട് ഞാൻ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞ മറുപടിയിൽ എനിക്ക് ഉപചോദ്യമില്ല. ഇനി അടുത്ത ഒറ്റ ചോദ്യം കൂടി. ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം, നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിവ് കൊടുക്കുകയും എല്ലാ വരാൻ പോകുന്ന കാര്യങ്ങളും മുൻകൂട്ടി അറിയിക്കുകയും എല്ലാ അറിവുകളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഖാദർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ നേരത്തെ ചോദിച്ച ഈ ചോദ്യം ചോദിച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്, എല്ലാം അറിയുകയും ചെയ്യും എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്ത്രീയോട് പറഞ്ഞത് അത് അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതോട് ഒരു ഉപചോദ്യം ചോദിക്കുന്നത്, നാളെ ആഖിറത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു വിഭാഗത്തെ ഇടതുഭാഗത്തോട് പിടിക്കപ്പെട്ടതായിട്ട് ഒരു വിഭാഗത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ എൻ്റെ അനുയായികളാണ് അള്ളാഹുവെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, നബിയെ നിങ്ങളുടെ ശേഷം ഇവർ എന്താണ് പ്രവർത്തിച്ചതെന്ന് തങ്ങൾക്കറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇവർ പ്രവർത്തിച്ചത് എന്താണെന്ന് തങ്ങൾക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയും. അതേപോലെ ഈസാ നബി അലൈഹി സ്വലാമയെയും ഉമ്മയെയും വിചാരണ ചെയ്യുന്ന സമയത്തിൽ ഖുർആൻ്റെ അകത്തുണ്ട്, നിങ്ങളാണോ ഈ ക്രിസ്ത്യാനികളോട് ഇങ്ങനെ എന്നെയും എൻ്റെ ഉമ്മാനെയും ദൈവമായിട്ട് ആരാധിച്ചു എന്ന് കൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഈസാ നബി അലൈഹിസ്സലാം പറയും, എന്നെ പരിപൂർണമായി ഏറ്റെടുത്തതിന് ശേഷം എന്താണ് അവർ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ രണ്ടു ഉദാഹരണം കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നജിദിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കണം നബിയെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ട് 70 ഹാഫിദീങ്ങളായ സഹാബികളെ അയച്ചു കൊടുത്തപ്പോൾ അവരെ വഴിക്ക് വെച്ച് മുനാഫിഖീങ്ങൾ കൊന്നുകളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലക്ക് അവരെ കൊടുക്കുമായിരുന്നു. അതേപോലെ ഒരു സ്ത്രീ ഒരു സദ്യക്ക് ക്ഷണിച്ചപ്പോൾ വിഷം കൊണ്ട കൊടുക്കുകയും അങ്ങനെ ഒരു സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചു പറഞ്ഞുകൊണ്ടാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബി അതിലും തടയില്ല, ആ സഹാബി മരിച്ചു എന്നാണ് ചരിത്രത്തിലുള്ളത്. അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ട സംഭവം ഞാൻ പറയാതെ ഉസ്താദിനറിയാം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി അറിഞ്ഞതും അല്ലെ അറിയാൻ പോകുന്നതുമായ കാര്യങ്ങളാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള പറഞ്ഞ കാര്യങ്ങൾ അറിയുക. പ്രവാചകന്മാർ മറന്ന കാര്യങ്ങൾ അറിയില്ല, അവർക്ക് അങ്ങനെ അറിയിച്ചു കൊടുക്കുന്നില്ല, അഥവാ അവർക്ക് അങ്ങനെ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ല എന്ന ശൈലിയാണ് ബിദ്അത്തുകാർ പ്രചരിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. അതിനവർ ഉദ്ധരിക്കുന്ന കുറേ ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മറഞ്ഞ കാര്യങ്ങൾ അറിയുക, മറഞ്ഞത് അറിയുക എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലത്തുള്ളത് ഇപ്പോഴേ പറയുക, അത് മറഞ്ഞ കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പോൾ തന്നെ വളരെ ദൂരെ ആസ്ട്രേലിയയിൽ ഇപ്പോൾ എന്തു നടക്കുന്നു, അവിടുത്തെ കാലാവസ്ഥ എന്താണ്, ഇറാനിൽ ഇപ്പോൾ വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടായോ ഇല്ലേ എന്നൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് പറയുക, അതും മറഞ്ഞൊരു കാര്യമാണ്. ഇതേപോലെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ എന്തു നടന്നു, കഴിഞ്ഞുപോയ കാലങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്ന് അറിയുക. ഇങ്ങനെ മറഞ്ഞത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. ഗൈബ് എന്ന് എല്ലാറ്റിനും കൂടി പറയും. ഈ ഗൈബ് പ്രവാചകന്മാർക്ക് അറിയുമോ എന്ന ചർച്ച കടന്നു വരാൻ പ്രഥമമായി അതിലൊരു ആയത്ത് ഉണ്ട്. സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ ആയത്തിൽ ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, അള്ളാഹുവിങ്കലാണ് ഖിയാമത്ത് നാൾ എന്നാണ് എന്നുള്ള വിവരം. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ എന്ന് പറഞ്ഞ് 5 വിവരങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആ 5 വിവരങ്ങൾ നാളെ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല, അതുപോലെ ഒരു മനുഷ്യൻ എവിടെ മരിച്ചു വീഴും എന്നറിയില്ല, മഴ എപ്പോഴാണ് പെയ്യുക എന്നറിയില്ല, മാഫിൽ അർഹാം, സ്ത്രീയുടെ ഗർഭസ്ഥ സ്ത്രീയുടെ പള്ളിയിലുള്ള കുട്ടി ആണോ പെണ്ണോ, എന്താണ് ഇരട്ടകളാണോ സയാമീസ് ആണോ അതും അറിയില്ല. ഈ അറിയാത്തത് പലതും ഉണ്ട് എന്നാണ്
ആ വിഷയത്തിൽ വന്നത്. അതിനോട് ചേർത്ത് ഹദീസുണ്ട്, ഖംസുൻ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്. ഇതാണ് ഒരു വശം. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമിയിലുള്ള ഗൈബ് അല്ലാഹു അല്ലാതെ വേറെ ആരും അറിയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടും എതിരാണോ എന്നൊരു സംശയം വരുമല്ലോ. കാരണം കഴിഞ്ഞുപോയ എത്രയോ കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, വരും കാലങ്ങളിൽ വരാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. നടന്നു പോകുമ്പോ പറഞ്ഞു ഇന്നഹുമാ യുഅദബാനി, ഇവിടെ ഭൂമിക്കടിയിൽ ഖബറിൽ രണ്ടുപേർ കിടക്കുന്നുണ്ട്, അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവിടുന്ന് പ്രവാചകൻ നടന്നു പോകുമ്പോൾ പറയാ മറ ബി ഖബറിൻ, ഖബറിന്റെ ബി ഖബർ, രണ്ട് ഖബറിന്റെ അടുത്തുകൂടി ഇങ്ങനെ നടന്നപ്പോ പറയാണ് ഈ ഖബറിലുള്ളവർ ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് നിർത്തിയില്ല. എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു? ഒമാ യുഅദബാനി ബി കബീരിൻ, വളരെ വലിയ കാര്യമൊന്നും അവർക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള രണ്ട് വിഷയമാണ്. ഒരാള് മൂത്രത്തിന് ശേഷം, മൂത്ര വിസർജനത്തിന് ശേഷം വേണ്ടത്ര ശുദ്ധിയാക്കിയിരുന്നില്ല, അപ്പൊ അങ്ങനെ ഈസോട് കൂടി നിസ്കാരമൊക്കെ വെള്ളത്തിലാവും. വേറൊരാള് നമീമത്തുമായി നടന്നിരുന്ന ആളാണ്. അപ്പോ ഖബറിലുള്ള ആളുടെ ശിക്ഷ അറിഞ്ഞതിന് പുറമെ എന്തുകൊണ്ടാണെന്നും കൂടി അറിഞ്ഞു. ആ വിഷയം, ആ ശിക്ഷ കേട്ടു എന്ന് ബുഖാരിയുടെ റിപ്പോർട്ട്, സമിയ കേട്ടു എന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോ വരാൻ പോകുന്ന കാലത്തുള്ളത് ബദർ യുദ്ധത്തിൽ ഇന്ന സ്ഥലത്താണ് ശത്രുക്കളൊക്കെ മരിച്ചു വീഴുക. ഇവിടെയാണ് ഷൈബത്തിന്റെ നാളെ വീഴാൻ പോകുന്നത്. നാളെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെയാണ് വീഴാൻ പോകുന്നത്. ഋതുബത്ത് ഇവിടെയാണ് വീഴാൻ പോകുന്നത്. പിന്നെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്ന സഹാബിമാര് പറയുന്നു, പ്രവാചകരെ കാണിച്ച സ്ഥലത്ത് നിന്ന് ഒരു ചാണ് പോലും അപ്പുറവും ഇപ്പുറവുമായിട്ടില്ല, അവിടെ തന്നെ വീണത്. ഇപ്പൊ മറിഞ്ഞത് പറഞ്ഞല്ലോ. അപ്പൊ മറിഞ്ഞത് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് മറുപടി പറയാൻ ഗ്രന്ഥങ്ങളിൽ തെളിവുകൾ നിറയെ ഉണ്ട്. അതോടുകൂടി ബാഹ്യമായി പ്രവാചകർക്ക് ഇങ്ങനെയൊന്നും അറിയില്ല എന്ന് തോന്നുന്ന ആയത്തുകളും ഹദീസുകളും ഉണ്ട്. ഇവിടെയാണ് സുന്നി പണ്ഡിതന്മാരും എതിരാളികളും എതിരാവുന്നത്. എന്താ, ഇങ്ങനെ എതിര് കണ്ടാൽ ഇത് രണ്ടും യഥാർത്ഥത്തിൽ എതിരല്ല. കാരണം രണ്ടും വന്നിരിക്കുന്നത് ഒരേ സോഴ്സിൽ നിന്നാണ്. ഓതോറിറ്റേറ്റീവായ സോഴ്സിൽ നിന്ന് വന്നത് രണ്ടും തള്ളിക്കളയേണ്ടതല്ല, രണ്ടും സ്വീകാര്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെയുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ആകുമ്പോ അത് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. പിന്നെന്ത് ചെയ്യണം? രണ്ടും സ്വീകരിച്ച് കൂലങ്കഷമായി പഠിച്ച് അതിന്റെ അർത്ഥത്തിൽ വിധി കാണണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഫതാവ നവവിയിൽ പറഞ്ഞു, ലാ യഅലമു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലാ യഅലമു ഇസ്തിഖ്ലാലൻ, സ്വന്തമായി ഈ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് പ്രവാചകർക്ക് ഇല്ല. ഇല്ലാ ബി ഇഅ്ലാമില്ലാഹി തആല, അല്ലാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ. അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞത് സ്വന്തമായി അറിയില്ല, അല്ലാഹുവോ സ്വന്തമായി അറിയും. അറിഞ്ഞതോ അല്ലാഹു അറിയിച്ചു കൊടുത്തപ്പോൾ അറിഞ്ഞു. ഇനി സുന്നികൾ എന്താണ് പറയുന്നത്? അല്ലാഹു അറിയിച്ചു കൊടുക്കും, അത് മുഖേന അറിയും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ആവുമ്പോ പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സൂപ്പർ കാസറ്റ്, ഇവിടെ ഉണ്ടായ ഓഡിയോ, അതിൽ ആ മാന്യ വ്യക്തി പറയുന്നുണ്ട്, ഇവിടെ സുന്നികൾക്ക് ഒരു വികലവാദം ഉണ്ട്. എന്താ വികലവാദം? ഇങ്ങനെ വിവരങ്ങൾ വിശദീകരിച്ചിട്ട് അവർ പറയും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അറിയും എന്ന്. അള്ളാഹു കൊടുത്ത കഴിവ് അല്ല അത് എന്നവർ പറയുന്നു. അള്ളാഹു കൊടുത്ത കഴിവ് അല്ല അത് എന്ന് പറയുമ്പോൾ സഹോദര ശ്രദ്ധിക്കണം. അള്ളാഹു കൊടുത്ത കഴിവ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു കൊടുത്ത കഴിവ് അല്ല, എന്നിട്ട് അദ്ദേഹം ഉദാഹരണത്തിന് തെളിവ് പറയുന്നു. അള്ളാഹു കൊടുത്ത കഴിവാണെങ്കിൽ എന്തു പറയണം? അള്ളാഹു കൊടുത്ത കഴിവാണെങ്കിൽ വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ, ആ എറിഞ്ഞപ്പോൾ ശത്രുക്കളുടെ കണ്ണിൽ മണ്ണെറിഞ്ഞു, എല്ലാവരുടെ കണ്ണും കാണാതായി. അപ്പോൾ തങ്ങളല്ല എറിഞ്ഞത്, അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹു എറിഞ്ഞു എന്ന് പറയാൻ മാത്രമുള്ളതാണ് അത്ഭുതങ്ങൾ. അത് അള്ളാഹുവിലേക്കാ ചേർക്കേണ്ടത്, ഇവരിലേക്കല്ല. ഇത് വിഷയം പഠിക്കാത്തതുകൊണ്ട് പറയാം. അള്ളാഹു പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ അവർക്കറിയും. അങ്ങനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സംഭവങ്ങൾ അറിയാത്തതുണ്ടല്ലോ. അത് തന്നെയാണ് ആ വിഷയത്തിൽ പഠിക്കേണ്ടതും. എന്താണത്? പഠിക്കാനുള്ള, അറിയാനുള്ള കഴിവ് കൊടുത്തു. ലഹും സിഫത്തുൻ, ഒരു കഴിവുണ്ട്. ആ കഴിവ് കൊണ്ട് മറഞ്ഞത് അറിയാൻ കഴിയും. ഹാഫിള് ഫതഹുൽ ബാരിയിൽ പറയുന്നു. സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ മറഞ്ഞത് അറിയാനുള്ള കഴിവുണ്ട്. അങ്ങനെ കഴിവുണ്ടായിട്ട് പിന്നെ എന്തേ അറിഞ്ഞില്ല? ആയിഷ ബീവി എത്ര വിഷമിച്ചു, മറ്റവരെത്ര വിഷമിച്ചു. ഇവിടെ നമ്മൾക്ക് സാധാരണ അനുഭവമുള്ള ഒരു വിഷയമുണ്ട്. എന്താണത്? കാഴ്ചയുള്ള ഒരു വ്യക്തി റോഡിന്റെ ഒരു ഭാഗത്തു കൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ നാം റോഡിന്റെ മറുഭാഗത്തൂടെ നടന്നുപോയി. അദ്ദേഹം അടുത്തെത്തി, കണ്ടു. നമ്മൾ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഒരു മൈൻഡില്ല. നമ്മൾ കൈകൊണ്ട് കാണിച്ചു, എന്നിട്ട് മൈൻഡില്ല. അദ്ദേഹം അങ്ങനെ നടന്നുപോയി.
അപ്പോൾ നമുക്ക് മനസ്സിന് വിഷമായി. പിറ്റേ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചു, അല്ല ഇന്നലെ ഞാൻ കണ്ടിട്ട് റോഡിൻ്റെ ഇങ്ങേ ഭാഗത്ത് സലാം പറഞ്ഞ് കൈ കാണിച്ച് നിങ്ങൾ എന്തേ തീരെ മൈൻഡ് ചെയ്യാതിരുന്നു? നിന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജീവനോടല്ല അവിടെ നടന്നു പോയത്, നിങ്ങളെങ്ങനെ കാണാതിരിക്കുന്നു? പറഞ്ഞു നോക്കുമ്പോഴെന്താ, അദ്ദേഹം പോകുന്ന സമയത്ത് നമ്മളെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല. പെടാതിരിക്കാൻ എന്താ കാരണം? അത് വേറെ കാരണം ഉണ്ടാവും. കാരണം അദ്ദേഹം ആ സമയത്ത് വളരെ കാര്യമായി വേറെന്തിലോ മുഴുകിയതാണ്. അദ്ദേഹത്തിൻ്റെ ഈ കാണാനുള്ള ഉപകരണമായ കണ്ണ് വേണ്ടതുപോലെ അപ്പോൾ ഉപയോഗിച്ചിട്ടില്ല, കാഴ്ചശക്തി നശിച്ചതൊന്നുമല്ല. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലുള്ള കാരണം കൊണ്ട് ആ വിഷയത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അറിഞ്ഞില്ല എന്ന് പറയും. ഈ അപ്പോൾ അറിഞ്ഞില്ല എന്ന ഭാഗികമായ ഉദാഹരണങ്ങൾ പ്രവാചകന്മാർക്ക് മറഞ്ഞതറിയാൻ കഴിവില്ല എന്ന് ഒട്ടാകെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ശ്രമം വൃഥാവിലാണ്. അപ്പോൾ പിന്നെ അറിഞ്ഞു എന്നുള്ളതാണ് അതിന് നമ്മൾ തെളിവ് കൊടുക്കുന്നത്. അറിഞ്ഞു എന്ന് മാത്രമല്ല, അറിയിക്കും എന്നാൽ പറഞ്ഞാൽ പോരാ, മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞിട്ടേ പ്രവാചകർ വഫാത്തായി പോയിട്ടുള്ളൂ എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് ജലാലീനിയുടെ ഹാഷിയ എഴുതിയ ഇമാം സാവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിന്റെ ഹാഷിയിൽ പറഞ്ഞിരിക്കുന്നത്, മറഞ്ഞുപോയി റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ് യജിബു വിശ്വസിക്കൽ നിർബന്ധമാണ്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യന്തഖിൽ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയിട്ടില്ല, എല്ലാ ബി ഇഅ്ലാമില്ലാഹി തആല ബി ജമീൽ മഗീബാത്ത്, സകല മറഞ്ഞ കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ. ഇപ്പോൾ കാര്യം വ്യക്തമായി. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അതാത് സമയത്തിന്റെ യുക്തി അനുസരിച്ച് അതിലേക്ക് ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ട് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നല്ലാതെ പ്രവാചകന്മാർക്ക് അറിയാൻ കഴിവില്ല എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളോട് പൊരുത്തപ്പെടുന്നതല്ല എന്ന് എല്ലാ തെളിവുകളും കൂടി മനസ്സിലാക്കുമ്പോൾ വ്യക്തമാകും. അതുകൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഫത്താവ നവവിയിൽ പറഞ്ഞത്, ലാ യഅലമു എന്ന ആയത്തിന്റെ അർത്ഥം ലാ യഅലമു ഇസ്തിഖ്ലാലൻ, സ്വന്തമായി അറിയില്ല എന്നാണ്, കഴിവ് നിഷേധിക്കൽ അല്ല അത്. മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞുകൊണ്ട് ഈ നജിദിലേക്ക് വിട്ട 70 സഹാബികളെ അവരെ കൊല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട് വിട്ടു എന്നാണോ അല്ല അറിയാതെ വിട്ടു എന്നാണോ? അതെനിക്ക് ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും മൈക്കിന്റെ മുന്നോട്ട് വന്ന അവസരം കിട്ടുന്നതാണ്. ഇപ്പം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുമ്പോൾ അതൊരു കടുങ്കയ്യല്ലേ എന്നാണ് ചോദ്യത്തിൻ്റെ ആകത്തുക. സഹോദരന്മാരെ, നമുക്കൊക്കെ അറിയാം, സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ് മൂത്തത്ത് യുദ്ധം. ആ യുദ്ധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ഏത് സ്വഹാബിയെ വിളിച്ചേ? മൂത്തത്ത് യുദ്ധത്തിലേക്ക് ഒന്നാമത് അബ്ദുല്ലാഹി ബിൻ ഉമർ അല്ല, അതിൽപ്പെട്ട ഒന്നാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. സയ്യിദ് ബിന് 3 സ്വഹാബാക്കൾ വിളിച്ചു. ആദ്യം ഈ സ്വഹാബി വാളെടുക്ക്, കൊടി പിടിച്ച് നേതൃത്വം കൊടുക്കട്ടെ. അദ്ദേഹം കൊല്ലപ്പെട്ടാൽ അടുത്തയാള്, അദ്ദേഹം കൊല്ലപ്പെട്ടാൽ അടുത്തയാള്. അങ്ങനെ 3 പേരെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സ്വഹാബാക്കൾക്കൊക്കെ ഉറപ്പാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറപ്പാണ്, ഈ പറഞ്ഞ ആളുകളൊക്കെ കൊല്ലപ്പെടും. അല്ലേ? അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സ്വഹാബികൾ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നു, ഞങ്ങൾ മരിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ തന്നെ അവർ പോവുകയും ചെയ്യുന്നു. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഒരാൾക്ക് മരണം വരും എന്ന് വിചാരിച്ച് ഒരു സംഗതിയിലേക്ക് നബി പറഞ്ഞയച്ചാൽ അത് തെറ്റല്ല. ഫത്തുഹുൽ ബാരി ഇത് വിശദീകരിച്ചെടുത്ത് പറഞ്ഞതായിട്ട് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊക്കെ സ്വർഗം കിട്ടണം. നിങ്ങൾ എന്തിനു വേണ്ടി? ആ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തആല പറഞ്ഞത് നിങ്ങളെ കൂട്ടത്തിൽ ശുഹദാക്കൾ വേണം. അതുപോലെ തന്നെ ദീനു വേണ്ടി പടപൊരുതി മരിക്കുന്നവർ വേണം. അവർക്ക് ഉന്നതമായ പ്രതിഫലം പരലോകത്ത് കൊടുക്കാനുണ്ട്. അത് ഏറ്റുവാങ്ങാനുള്ള ശുഹദാക്കൾ വേണം. ആ ശുഹദാക്കളാവാൻ താല്പര്യമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴാങ്കണത്തിലേക്ക് മുൻകൂട്ടി തന്നെ വധിക്കപ്പെടുമെന്ന് ശുഭവാർത്ത അറിയിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ മരണത്തിലേക്ക് ഒരാളെ തള്ളിവിടൂലായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ തന്നെ അയക്കൂല എന്നും പറയേണ്ടി വരും. കാരണം അശദ്ദുന്നാസി ബലാനൽ അംബിയ ഫൽ അംസൽ ഫൽ അംസൽ, ഏറ്റവും വലിയ അപകടം നേരിടേണ്ടത് പ്രവാചകന്മാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരാണ് റസൂലുള്ളാഹിനെ അയക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുക്കും അറിയില്ല ഇപ്പോൾ മറന്ന കാര്യങ്ങൾ.
അള്ളാഹുവിന് പറഞ്ഞ കാര്യങ്ങൾ അറിയാതെയായോ? അപ്പോൾ വരാനിരിക്കുന്ന പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് ഉന്നതമായ പദവികളിലേക്ക് നേരിടണമെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ അയക്കുന്നത്, അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അടുത്തറിയുമ്പോൾ നീങ്ങിപ്പോകുന്നതാണ്. നേരത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യമാണ്. അപ്പോൾ സഹാബാക്കൾ കൊല്ലപ്പെടും എന്നറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ യുദ്ധത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ നജിദിൽ നിന്ന് വന്ന ആൾക്കാരോട് കൂടെ പറഞ്ഞത് അത് തെറ്റാവുകയില്ല എന്നാണ് ഉസ്താദിന്റെ വിശദീകരണത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ സഹാബാക്കൾ യുദ്ധത്തിന് പോയത് ഞങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെടും, ഷഹീദാവും അല്ലെ ഷഹീദാവണം എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു, അല്ലെ അത് അറിഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ നജിദിലേക്ക് ഈ 70 ഹാഫിദീങ്ങളായ സഹാബികൾ പോയത് ഞങ്ങൾ കൊല്ലപ്പെടും എന്നറിഞ്ഞുകൊണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഇവരോട് പോയിട്ട്, കാരണം ഇവർ കൊല്ലാൻ വന്നവരാണ് എന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ദുഃഖിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാസിലത്തിൽ ഏർപ്പാടാക്കിയത് എന്നുകൂടി വിശദീകരിച്ചുതരാൻ വിഷയത്തിന്റെ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ അതിനെ ആദ്യം പറഞ്ഞതൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു പ്രശ്നം, പ്രവാചകർ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ അറിഞ്ഞുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ പിന്നെ പ്രവാചകർ അറിഞ്ഞുകൊണ്ട് അവരെ അയച്ചു. അറിഞ്ഞുകൊണ്ട് അയച്ച അവരോട് പ്രവാചകർ ഇത് പറഞ്ഞിട്ടുണ്ടോ? അതവിടെ ചർച്ചയിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിൽ അതുകൂടി അറിഞ്ഞാൽ കൊള്ളാം എന്ന് ഉണ്ട്. പ്രവാചകന്മാർ മറ്റുള്ളവർക്ക് വിവരങ്ങൾ അയച്ചു കൊടുക്കുന്നത് നബിക്കെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല, ഏത് എപ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നതനുസരിച്ച് മാത്രമാണ്. ഇനി പ്രവാചകർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതോ അതും നേരത്തെ പറഞ്ഞു ബി ഏലാമില്ലാഹി തആല. അപ്പോൾ ഒരു പ്രത്യേക വിഷയത്തിൽ എപ്പോഴെല്ലാം കഴിഞ്ഞാണ് അറിയേണ്ടത് എന്ന് ആ വിഷയത്തിൽ അള്ളാഹു തആല തീരുമാനിച്ചാൽ അതിലുള്ള വിവരം അപ്പോൾ പ്രവാചകർക്ക് അറിയിച്ചു കൊടുത്തുകൊള്ളണം എന്നുമില്ല. അപ്പൊ നേരത്തെ ഇമാം ഗസാലി തങ്ങളുടെ വാദമായി വിശദീകരണമായി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ആ കഴിവ് കൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ ഗൈബ് ഇത്തിലായി ചെയ്യാൻ, മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ ഒരു വിശേഷണം ഉണ്ടായാൽ പോലും എന്നും എപ്പോഴും എല്ലാം എന്നില്ല. കാണാൻ കഴിവുണ്ട് എന്ന് പറയുന്നത് നമ്മൾ തന്നെ പലപ്പോഴും അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. പറഞ്ഞു എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് അവരെ അയക്കാമോ? അയക്കാം, അങ്ങനെയാണ് നിർദ്ദേശമെങ്കിൽ. അങ്ങനെ നിർദ്ദേശമാണെങ്കിൽ അറിഞ്ഞതിന് ശേഷം പിന്നെ പൊട്ടിക്കരയണമോ? അത് തമ്മിൽ എതിരൊന്നുമില്ല. അറിയുക എന്നതും അനുഭവിക്കുക എന്നതും രണ്ടും രണ്ടാണ്. നമുക്ക് തന്നെ അറിയാം, ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോഴും മറ്റു കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ആദ്യമേ എല്ലാം കൂടി ഖേദിക്കണ്ട, ഇപ്പൊ പ്ലെയിനിൽ പോകും, ഞാൻ കരയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ലെവലായി നിന്നാലും ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴേക്കും ഒറ്റ പൊട്ടിക്കരച്ചിൽ. അപ്പൊ നേരത്തെ പറഞ്ഞില്ല എന്നോട് കരയണ്ട, ഞാൻ പോകുന്ന എനിക്കറിയില്ലേ, അത് അറിയും, എന്നാലും കരച്ചിലുണ്ടാവും. അത് അനുഭവം ഒന്ന് വേറെ, ജ്ഞാനം ഒന്ന് വേറെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായപ്പോൾ കണ്ണിൽ നിന്ന് ജലം ധാരധാരയായി ഒഴുകി. സഹാബത്ത് ചോദിച്ചു, വാൻത യാ റസൂലല്ലാഹ്, ഞങ്ങളോട് മരിക്കുമ്പോൾ കരയണ്ടെന്ന് പറഞ്ഞിട്ട് നബിയെ കരയാ? അപ്പൊ പ്രവാചകൻ നേരത്തെ പറഞ്ഞതോ? പറഞ്ഞു, ഇത് അങ്ങനെയുള്ള കരച്ചിലല്ല, ഷഫഖത്തിന്റെ റഹ്മത്തിന്റെ കണ്ണുനീര് വരികയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ റഹ്മത്തില്ലാത്ത ആൾ പിന്നെ കഠിനഹൃദയനായി പോവില്ലേ? അത് അനുഭവിച്ചപ്പോൾ ധാരധാരായി വന്നേ ഉള്ളൂ. ഈ കുട്ടി മരിക്കാന്നുള്ളത് നേരത്തെ അറിയുന്നതിന് ഇത് വിരുദ്ധമല്ല. അപ്പൊ അറിയുകയും അനുഭവിക്കുകയും രണ്ടും രണ്ടാണ്. ആ വിഷയവും മറ്റൊന്നും തമ്മിൽ എതിരില്ല. നേരത്തെ സൂചിപ്പിച്ച വാദം ഞാൻ ഒന്നുകൂടി പറയുന്നു, എവിടെന്നെങ്കിലും ഒരു തുണ്ട് എടുത്തിട്ടല്ല ഇസ്ലാം മനസ്സിലാക്കേണ്ടത്. അതിന്റെ നാനാഭാവവും ഇതെന്റേതോ നിങ്ങളുടേതോ അല്ല. നമുക്ക് അവധാനതയോടെ പഠിച്ച് നാനാഭാവം എടുത്ത് മനസ്സിലാക്കുമ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മതയോടെ ഞാൻ പറഞ്ഞു തെറ്റിപ്പോകരുതെന്ന് മനസ്സിലാക്കി, തെറ്റിയാൽ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത തലമുറ വരുമ്പോൾ ഖിലാഫല്ലി ശൈഖിന, നമ്മൾ ശൈഖ് പറഞ്ഞതിൽ പ്രബല അഭിപ്രായത്തിന് ലേശം വിരുദ്ധമുണ്ടെങ്കിൽ ഞാനത് സൂചിപ്പിക്കുകയാണ്. കാരണം ഓരോരുത്തരും അവരവരുടെ ദൗത്യം അള്ളാഹുവിന് മുമ്പിൽ നിർവഹിക്കുന്നു എന്ന ശൈലിയിൽ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കി പോരുന്നതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അന്ധവിശ്വാസത്തിന്റെയോ എവിടെയെങ്കിലും എന്തെങ്കിലും വിശ്വസിക്കുന്നതിന്റെയോ പരിപാടി തന്നെ സുന്നികൾക്ക് ഇല്ല.